എത്തിക്കുക എന്നുള്ളതും നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണങ്ങളും വിപ്ലവകരമായിട്ടുള്ള നടപടികളുമായി രാജ്യത്ത് മാറി മാറി വന്ന് കോൺഗ്രസ് സർക്കാരുകൾ മുന്നോട്ട് പോയി എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പ്രിയങ്കരനായ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടി കൈക്കൊണ്ടിട്ടുള്ള നടപടികളും ഏറ്റവും ഒടുവിൽ 73rd അമെൻമെൻറ്റ് ആക്ട് വഴി ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് വളരെ ഫലപ്രദമായി നടപ്പിലാക്കിയതുമൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റാണ് എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാവുന്ന വസ്തുതകളാണ്. ആ ത്രിതല സംവിധാനം വളരെ പ്രായോഗികമായി ഫലപ്രദമായി നടപ്പിലാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് നമ്മൾ എന്നും അഭിമാനിക്കാറുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളത്തിൽ LDF സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെയും അധികാര വികേന്ദ്രീകരണത്തെയും അതിൻ്റെ അന്തസത്തയെയും പൂർണ്ണമായി ഇല്ലാതാക്കുന്ന സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ ജനകീയ ആസൂത്രണത്തെക്കുറിച്ചുമൊക്കെ നാഴികയ്ക്ക് 40 വട്ടം ഘോരഘോരം പ്രസംഗിക്കുന്ന CPMൻ്റെ ആളുകൾ ഇന്ന് അധികാരത്തിലിരിക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തുകളുടെയും അതുപോലെ തന്നെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളെയും ഒക്കെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന, അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂച്ചുവിലങ്ങിടുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തുകളുടെ മുഴുവൻ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചു. ഈ സമരത്തിന്റെ ആധാരമായി നമ്മൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം 2024-25 വർഷത്തിൽ മാത്രം നിങ്ങൾ കണക്കുകൾ അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ ബഡ്ജറ്റിൽ 2024 ബഡ്ജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വേണ്ടി നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച് നിയമസഭ പാസാക്കിയ തുക എന്ന് പറയുന്നത് 7745 കോടി രൂപയാണ്. കഴിഞ്ഞ ഒരു വർഷത്തേക്ക് 7745 കോടി രൂപ. കഴിഞ്ഞ ഈ മാർച്ച് 31-ാം തീയതി എന്ന് വെച്ചാൽ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന ദിവസം 4 ദിവസം മുമ്പുള്ള കണക്കനുസരിച്ച് സർക്കാർ ഈ സാമ്പത്തിക വർഷം ചെലവഴിച്ച തുക എന്ന് പറയുന്നത് കേവലം 6230 കോടി രൂപ മാത്രമാണ്. എന്ന് വെച്ചാൽ 7745 കോടി രൂപ അനുവദിച്ചതിൽ നിന്നും 1500 കോടി രൂപയിൽ പരമാണ് ഈ ഒരൊറ്റ വർഷത്തിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തദ്ദേശ സ്ഥാപനങ്ങളുടേത് വെട്ടിക്കുറച്ചത്. എൻ്റെ അടുത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ കണക്കുണ്ട്. ഇത് ഒരു വർഷത്തെ മാത്രം കണക്കല്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി, പ്രത്യേകിച്ച് 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം, ഈ 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് മാത്രം ഓരോ വർഷവും ഇത്തരത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ വെട്ടിയ കണക്ക് പരിശോധിച്ചാൽ ഏതാണ്ട് 6000 കോടി രൂപയാണ് പഞ്ചായത്തുകളുടെ പണം പദ്ധതി വിഹിതം സർക്കാർ ബഡ്ജറ്റിൽ അനുവദിച്ചത് മാത്രം വെട്ടിച്ചുരുക്കിയത്. ഇപ്പോ 1500 കോടി രൂപ കഴിഞ്ഞ വർഷം വെട്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ 941 പഞ്ചായത്തുകൾ, 87 മുനിസിപ്പാലിറ്റികൾ, പിന്നെ ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ ജില്ലാ കോർപ്പറേഷനുകൾ എന്ന് പറയുമ്പോൾ ശരാശരി ഒരു പഞ്ചായത്തിന് നഷ്ടപ്പെട്ടത് 1.5 കോടി മുതൽ 2 കോടി രൂപ വരെയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം നമ്മുടെ മൂക്കന്നൂർ പഞ്ചായത്തിന് ലഭിക്കേണ്ടിയിരുന്ന ചുരുങ്ങിയത് 1.5 കോടി രൂപ കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷത്തിൽ മാത്രം ഈ സർക്കാർ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. നമ്മൾ ഈ സമരവുമായി നമുക്ക് വേറൊരു പണിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഒന്നൊന്നല്ല, അത്ര ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് ഇവിടെ നിൽക്കുന്നത്. 1.5 കോടി രൂപ 2 കോടി രൂപ ഒരു പഞ്ചായത്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 റോഡ് ടാർ ചെയ്യാൻ പറ്റും അല്ലേ? പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റ് ഒക്കെ എല്ലാവരും കൂടി ഇരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തെ കണക്ക് മാത്രമാണ്. ഇനി അത് മാത്രമാണോ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സർക്കാർ കേന്ദ്ര സർക്കാർ പ്ലാനിംഗ് കമ്മീഷനെ ഇല്ലാതാക്കി. കേന്ദ്ര സർക്കാർ പ്ലാനിംഗ് കമ്മീഷനെ ഇല്ലാതെയാക്കി എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത്, അതേ നിലയിൽ സംസ്ഥാന സർക്കാർ
പദ്ധതിയെ തന്നെ ഇല്ലാതാക്കുകയാണ്, പ്ലാനിനെ ഇല്ലാതാക്കുകയാണ്. 2021 എന്ന് വെച്ചാൽ കോവിഡൊക്കെ കഴിയാൻ സമയത്ത് 2021 സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വേണ്ടി 2021 വർഷത്തിൽ ചെലവഴിച്ചത് മൊത്തം വിനിയോഗിച്ച നീക്കിയിരുത്തിയ തുക എന്ന് പറയുന്നത് ഏതാണ്ട് 6,950 കോടി രൂപയാണ്. 6,950 കോടി രൂപ 2021 വർഷത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത് എന്ന് വെച്ചാൽ ഓരോ വർഷവും ഏത് സർക്കാരായാലും ഓരോ വർഷവും ആ പദ്ധതിയിൽ ചുരുങ്ങിയത് 10% മുതൽ 15% വരെ വർധന ഉണ്ടാവണം. ഇപ്പൊ UDF സർക്കാരിന്റെ കാലത്തൊക്കെ പരിശോധിക്കുക, ശരാശരി 10% മുതൽ 15% വരെ ചുരുങ്ങിയ വർധനവ് ഓരോ വർഷവും ഉണ്ടാവും. എന്ന് വെച്ചാൽ 2021 6,950 കോടി ഏതാണ്ട് അടുത്ത് 6,900-നും 7,000-നും ഇടയ്ക്ക് ശിഷ്ടം തുക അന്ന് ചെലവഴിച്ചെടുത്ത് ഈ വർഷം ചെലവഴിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 6,235 കോടിയാണ്. എന്ന് വെച്ചാൽ 10%-മോ 15%-മോ സ്വാഭാവികമായും ഉണ്ടാവേണ്ട വർധനവുണ്ടായില്ല എന്ന് മാത്രമല്ല 2021 ചെലവഴിച്ച തുകയിൽ നിന്നും ഏതാണ്ട് വലിയ കുറവ് 2025 എത്തിയപ്പോൾ അല്ലെങ്കിൽ 24-25 എത്തിയപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പൊ യഥാർത്ഥ കുറവെന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയോ? 10% ഓരോ വർഷവും അല്ലെങ്കിൽ 15% വർധന ഉണ്ടായാൽ 21 ഏതാണ്ട് 6,900 കോടി എന്നുള്ളത് 24-25 ആകുമ്പോഴേക്കും എങ്ങനെ പോയാലും 12,000 കോടി രൂപയാവണം. എങ്ങനെ പോയാലും 12,000 കോടി രൂപയാവണം. ആ 12,000 കോടി രൂപ ആവേണ്ട സ്ഥാനത്താണ് കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്ക് വേണ്ടി 6,235 കോടി കേവലം ചെലവഴിച്ച ഒരു ഗവൺമെന്റായി മാറിയിരിക്കുന്നത്. അപ്പൊ എത്ര കോടി രൂപയുടെ നഷ്ടമാണ്, എത്ര കോടിയുടെ പദ്ധതി കുറവാണ് ഓരോ പഞ്ചായത്തുകൾക്കും കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ഇത് പച്ചയായ യാഥാർത്ഥ്യമാണ്. ഏത് ഇടതുപക്ഷക്കാരനെയും ഏത് CPM-കാരനെയും ഞാൻ വിനയത്തോടുകൂടി വെല്ലുവിളിക്കുന്നു, ഈ കണക്കുകൾ തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയുമോ? നമ്മൾ കൃത്യമായ കണക്കുകൾ സർക്കാരിന്റെ സൈറ്റിൽ നിന്ന് എടുത്തിരിക്കുന്ന വർഷം തിരിച്ചുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. ഇനി അത് മാത്രമല്ല, അവിടെ കൊണ്ടും തീരുന്നില്ല. ഇനി കൊടുക്കുന്ന പണമോ സാധാരണ നമുക്കറിയാം 3 ഗഡുക്കളായിട്ടാണ് കിട്ടുന്ന പണം. വികസന ഫണ്ട്, മെയിൻ്റനൻസ് ഗ്രാൻഡും ഒക്കെ 3 ഗഡുക്കളായിട്ട് കിട്ടണം. സാധാരണ ഏപ്രിൽ മാസത്തില്, പിന്നെ ഓഗസ്റ്റ് മാസത്തില്, ഡിസംബർ മാസത്തില്. ഇപ്പൊ കഴിഞ്ഞ വർഷം എന്താ സംഭവിച്ചത്? ഓഗസ്റ്റ് മാസത്തിലെ ഗഡു കൊടുത്തത് ഡിസംബർ മാസത്തില്, ഡിസംബർ മാസത്തിൽ കിട്ടേണ്ടുന്ന ഗഡു കൊടുത്തത് ഫെബ്രുവരി പകുതിയായപ്പോ അല്ലെ? ഫെബ്രുവരി പകുതിയായപ്പോ. ഈ ഫെബ്രുവരി പകുതിയാവുമ്പോ ഗഡു കൊടുത്താലുള്ള ഗുണം എന്താ? പ്രശ്നം ചെലവഴിക്കാൻ പറ്റൂല, പഞ്ചായത്തുകൾക്ക് ചെലവഴിക്കാൻ പറ്റില്ല. ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഇവിടെ ജനപ്രതിനിധികളായിരുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. അന്ന് മാർച്ച് 31 എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ 31-ാം തീയതി രാത്രി 12 മണിക്ക് വരെ, 31 രാത്രി 12 മണിക്ക് വരെ ബില്ലുകൾ മാറാം. പക്ഷേ ഫെബ്രുവരി അവസാനം 3-ാം ഗഡു കൊടുത്തതിന് ശേഷം ഈ സർക്കാർ മാർച്ച് 24-നുള്ളിൽ എല്ലാം ക്ലോസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതിനർത്ഥം എന്താ? സർക്കാര് കൊടുത്തോന്ന് ചോദിച്ചാൽ സർക്കാരിന് കൊടുത്തെന്ന് പറയാം, പഞ്ചായത്തുകൾക്ക് കിട്ടിയോന്ന് ചോദിച്ചാൽ പഞ്ചായത്തുകൾക്ക് കിട്ടുമെന്നില്ല. ഈ പണം മുഴുവൻ സർക്കാർ തിരിച്ചെടുത്തോണ്ട് പോകും. എന്തിനാണ് ഇങ്ങനെ പഞ്ചായത്തുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഈ ത്രിതല സംവിധാനത്തെ താറുമാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്? അതുപോലെ തന്നെ മുൻകാലഘട്ടങ്ങളിൽ നമുക്കറിയാം, ഒരു പദ്ധതി പാസ്സാക്കി ഒരു വർഷം DPC അംഗീകരിച്ച് പദ്ധതി പാസ്സായാൽ അതിൽ ചെലവഴിക്കാതെ സ്പില്ലോവറായിട്ട് വരുന്ന തുക ക്യാരി ഫോർവേഡ് ചെയ്ത് അടുത്ത വർഷത്തേക്ക് കിട്ടും. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പിണറായി ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1 രൂപ സ്പില്ലോവർ ആയാൽ ആ പണം തിരിച്ചെടുക്കും. അപ്പൊ പഞ്ചായത്തുകൾക്ക് കൊടുക്കേണ്ടുന്ന പണം കൊടുക്കുന്നില്ല. കൊടുത്ത പണം പോലും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഈ പഞ്ചായത്തുകളുടെ പോക്കറ്റ് അടിക്കുന്ന പണിയാണ് ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയധികമായിട്ട്
നമ്മുടെ ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ താറുമാറാക്കിയ, അവരുടെ കഴുത്ത് ഞെരിച്ചിട്ടുള്ള ഒരു കാലഘട്ടം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മാർച്ച് 31 കണക്കുണ്ട് നമ്മുടെ അടുത്ത്. 31 കണക്കനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ ബില്ലുകളൊന്നും മാറില്ല. പഞ്ചായത്തുകളുടെ മാത്രം ഏതാണ്ട് 1100 കോടി രൂപയുടെ 50,000-ൽ പരം ബില്ലുകൾ, 1100 കോടി രൂപയുടെ 50,000-ൽ പരം ബില്ലുകളാണ് ട്രഷറിയിൽ ക്യൂവിൽ കിടക്കുന്നത്. പിന്നെ ആരെങ്കിലും വർക്കെടുക്കാൻ പറ്റുമോ? ഇവിടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടം എങ്ങനെയാ? അതായത് കരാറുകാരൊക്കെ സാധാരണ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും മെമ്പർമാരുടെയും വീട്ടുകളിൽ വന്ന് പിന്നാലെ നടക്കും, ഒരു വർക്ക് എങ്ങനെയും കിട്ടണമെന്ന് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷെ ഇപ്പൊ സ്ഥിതി നേരെ തിരിച്ചാ. ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരുടെയും പ്രധാന പണി എന്ന് പറഞ്ഞാൽ കരാറുകാരുടെ കയ്യും കാലും പിടിച്ചു കിടക്കാന്നുള്ളതാണ്. കാരണം ഒരാളും വർക്കെടുക്കാൻ തയ്യാറാവില്ല. ഒരു കരാറുകാരനും വർക്കെടുക്കാൻ വരില്ല. ആദ്യത്തെ ടെൻഡറിൽ വരില്ല, സെക്കൻഡ് ടെൻഡറിൽ വരില്ല, മൂന്നാമത്തെ ടെൻഡറിലും വരില്ല. പിന്നെ മെമ്പർമാരുടെ ഉത്തരവാദിത്തമാണ് എങ്ങനെയെങ്കിലും പോയി അവരുടെ കയ്യെ കാലെ പിടിച്ച് അവരെ കൊണ്ട് ഈ വർക്കെടുപ്പിക്കുക എന്നുള്ളത്. ഈ അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിച്ചത് ഈ പിണറായി വിജയൻ ഗവൺമെന്റ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇതാണ് ഇന്ന് കേരളത്തില് ത്രിതല പഞ്ചായത്തുകളുടെ അവസ്ഥ. പഞ്ചായത്തുകളുടെ മാത്രമല്ല ഇങ്ങനെ വെട്ടിയിരിക്കുന്നത്, സമസ്ത മേഖലയിലും വെട്ടിയിട്ടുണ്ട്. ഏറ്റവും ഗുരുതരമായിട്ടുള്ള വെട്ട് ഒരു കാലഘട്ടത്തിലും ഉണ്ടാവാത്ത വിധം കേരളത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ചെയ്തത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി വിവിധ പദ്ധതികളിൽ മാറ്റിവെച്ച 1750 കോടി രൂപയിൽ 1750 കോടി രൂപ നീക്കി വെച്ചതിൽ 500 കോടി രൂപ വെട്ടിയ ഗവൺമെന്റാണ്. ആരുടെ? ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പരിഗണന അർഹിക്കുന്ന താഴെത്തട്ടിലുള്ള പട്ടികജാതി പട്ടികവർഗ ദളിത് വിഭാഗങ്ങളുടെ ഫണ്ട്. ഇത് ഏതെങ്കിലും കാലഘട്ടത്തിൽ ഏതെങ്കിലും സർക്കാർ ചെയ്യുന്ന പണിയാണോ? എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും ആ വിഭാഗത്തിന് നീക്കിവച്ചിരിക്കുന്ന തുകയിൽ 1 രൂപയുടെ കുറവ് വരുത്താറില്ല. പക്ഷേ ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് 500 കോടി രൂപ വെട്ടിച്ചുരുക്കി. അതിനകത്ത് സമസ്ത മേഖലയിലും ഇന്ന് ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൃഷി വകുപ്പിന്റെ വെട്ടി, വനം വകുപ്പിന്റെ വെട്ടി, എല്ലാ വകുപ്പുകളുടെയും തുക പദ്ധതി വെട്ടിച്ചുരുക്കി. പഞ്ചായത്തുകളുടെ വെട്ടിയതിന്റെ കണക്ക് ഞാൻ പറഞ്ഞു. അങ്ങനെ ഈ സംസ്ഥാനത്തിന്റെ പദ്ധതി ചെലവ് പൂർണ്ണമായിട്ടും വെട്ടിച്ചുരുക്കി വികസന പ്രവർത്തനങ്ങൾ അവതാളത്തിലാക്കിയ ഒരു ഗവൺമെന്റാണ്. ഒരാൾ പറയുന്നത് ഞങ്ങൾ ഏതാണ്ടൊക്കെ വലിയ വികസനം നടത്തി എന്ന് പറയുന്നത്. വലിയ വികസനം നടത്തി എന്ന് പറയണേ. ഇവിടെ വികസനം നടത്തി എന്ന് പറയുന്നത് ഞാൻ ചോദിക്കുന്നു, ഈ ചെലവഴിച്ച തുകയുടെ കണക്കെടുക്കുക. കണക്കെടുത്ത് പരിശോധിച്ചാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വരുത്തിയിരിക്കുന്നത് കുറവാണ്. പിന്നെ എന്ത് വികസനം ഇവിടെ നടന്നു പറയുന്നത്? എന്ത് വികസനം ഇവിടെ നടന്നത്? അങ്ങനെ ഈ ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവതാളത്തിലാക്കിയിട്ടുള്ള ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഈ ഗവൺമെന്റ്. ആ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു സമരമാണ്. ജനങ്ങൾ ചോദിക്കുന്ന ആരോടാ? ജനങ്ങൾ പഞ്ചായത്തും ഭരണസമിതിയോടും മെമ്പർമാരോടും ചോദിക്കുക അല്ലേ? ഇവിടെ ഏതെങ്കിലും വർക്ക് നടന്നില്ലെങ്കിൽ, പഞ്ചായത്തിന്റെ റോഡ് ടാർ ചെയ്തില്ലെങ്കിൽ, ഇവിടുന്ന് ആരും മൂക്കന്നൂരിൽ നിന്ന് ഫോൺ വിളിച്ച് മുഖ്യമന്ത്രിയോടും പഞ്ചായത്ത് മന്ത്രിയോടും ഒന്നും ചോദിച്ച് സമാധാനം ചോദിക്കാൻ പറ്റില്ല. അവരിവിടുത്തെ മെമ്പർമാരോട് ചോദിക്കും, പഞ്ചായത്ത് ഭരണസമിതിയോട് ചോദിക്കും. പഞ്ചായത്ത് ഭരണസമിതിക്ക് സർക്കാർ കൊടുക്കേണ്ടുന്ന പണം കൊടുക്കാതെ എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും? അത് മാത്രമല്ലല്ലോ, ഈ പണി മൊത്തം എടുക്കുന്നത് പഞ്ചായത്താണ്. എന്തു വന്നാലും, കോവിഡ് വന്നാൽ മുഖ്യമന്ത്രി അവിടെ ഇരുന്ന് പത്രസമ്മേളനം നടത്തി മറ്റേ പട്ടിക്ക് തീറ്റ കൊടുക്കണം, കോഴിക്ക് വെള്ളം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ മതി. ഈ പണി മുഴുവൻ എടുക്കേണ്ടത് ഈ പാവപ്പെട്ട പഞ്ചായത്തുകാരാണ്. പ്രളയം വന്നാൽ, കോവിഡ് വന്നാൽ, എന്ത് പ്രതിസന്ധി വന്നാലും സർക്കാർ അവിടെ ഒന്ന് പ്രഖ്യാപനം നടത്തത്തേ ഉള്ളൂ. ഈ പണിയെടുക്കേണ്ടത് മുഴുവൻ പഞ്ചായത്തുകാര്. എന്നിട്ട് കൊടുക്കാനുള്ള പൈസ കൊടുക്കുമോ? ഇപ്പൊ ഏറ്റവും കൂടുതൽ മാലിന്യമുക്തം ആരാ പണിയെടുക്കുന്നത്? പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേനയും അതുപോലെ തന്നെ തൊഴിലുറപ്പുകാരും അതുപോലെ തന്നെ ആശാ വർക്കർമാരും അംഗനവാടിക്കാരും മറ്റ് സ്കീം വർക്കേഴ്സും എല്ലാവരും കൂടെ കൂടി ചേർന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണ്. സർക്കാർ ഒരു പ്രഖ്യാപനം, ഒരു സർക്കുലർ, പണവും ഇല്ല, ഒന്നുമില്ല. ഉള്ള പണം കൂടെ എങ്ങനെ എത്തിച്ചെടുക്കാന്നുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ രീതിയിലാണ് കേരളത്തിൽ പഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനെതിരായിട്ടുള്ള ഒരു സമരമാണ്. ഈ നാട്ടിൽ ഞാനൊരു കാര്യം പറയാം, ഈ സർക്കാരിന്റെ പരിഗണനയിൽ ഈ നാട്ടിലെ സാധാരണക്കാരനൊന്നുമില്ല.
ഇവിടെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിട്ട് കിടക്കാണ്. 5 മാസത്തെ കുടിശ്ശിക 2500 രൂപ പെൻഷനാക്കുമെന്നായിരുന്നു വാഗ്ദാനം. അല്ലെ, 2500 പെൻഷനാക്കുമെന്നാണ് പ്രകടന പത്രികയിൽ പറഞ്ഞത്. അവസാനത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു, 5ാം വർഷം അവസാനത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 1 രൂപ 1600 നിന്ന് വർദ്ധിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, ഉള്ളത് കുടിശ്ശികയായിട്ട് കിടക്കാം. ഏതാണ്ട് 55 ലക്ഷം ക്ഷേമനിധി പെൻഷൻകാര് കുടിശ്ശിക. ആരൊക്കെയാ? പ്രായമായ ആളുകള്, വിധവകള്, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ക്ഷേമ പെൻഷന്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ക്ഷേമനിധി പെൻഷൻ എന്ന് വെച്ചാൽ കേരളത്തിൽ 32 ക്ഷേമനിധി ബോർഡുകളിലായി ഏതാണ്ട് 90 ലക്ഷത്തോളം ആളുകളുണ്ട്. അംശാദായം അടച്ച ആളുകൾ, കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആ പണിയെടുത്ത് കിട്ടുന്ന കൂലിയിൽ നിന്നും ഒരു വിഹിതം അംശാദായം അടച്ച് കോടിക്കണക്കിന് രൂപ സർക്കാരിലേക്ക് കൊടുത്തതാണ്. അതിൽ ഏതാണ്ട് 40 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികളുടെ വിവിധ ക്ഷേമനിധികളുടെ അവരുടെ ആനുകൂല്യങ്ങൾ കുടിശ്ശികയാണ്. കുടിശ്ശിക എന്ന് വെച്ചാൽ ചിലത് 6 മാസം മുതൽ ചിലത് 18 മാസം വരെ കുടിശ്ശികയാണ്. അപ്പോ ഈ സർക്കാരിന്റെ പരിഗണനയിൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളുമില്ല, പെൻഷൻ മേടിക്കുന്ന ആളുകളില്ല. സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത് ഏതാണ്ട് 1500 കോടി, കാരുണ്യ പദ്ധതിക്ക് കൊടുക്കാനുള്ളത് ഏതാണ്ട് 700 കോടി. ആശുപത്രികളിൽ ചെന്നാൽ മരുന്ന് കിട്ടൂല. എല്ലാ ദിവസവും പത്രമാധ്യമങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എസൻഷ്യൽ മെഡിസിൻ, അവശ്യ മരുന്നുകൾ പോലും പുറത്ത് മെഡിക്കൽ ഷോപ്പിൽ പോയി മേടിക്കേണ്ട അവസ്ഥയാണ്. പാരസെറ്റമോൾ പോലും ആശുപത്രി കിട്ടൂല. ഇന്ന് ആ അവസ്ഥയിലാണ് ആശുപത്രികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വന്യജീവി ആക്രമണം തടയാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല. അപ്പൊ ഈ സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു കാര്യങ്ങളും അഡ്രസ് ചെയ്യാൻ സർക്കാരിന് സാധിക്കുന്നില്ല. എന്തിനധികം പറയുന്നു, കഴിഞ്ഞ 50 ദിവസത്തിലധികമായി ആശാ വർക്കർമാർ കേരളത്തിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ഇരിക്കുകയാണ്. പാവപ്പെട്ട ആശാ വർക്കർമാര് ഈ സ്ത്രീകൾ എടുക്കുന്ന പണി ആരെങ്കിലും എടുക്കുമോ? ആർക്കെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? രാവിലെ മുതൽ അന്തി ഉറങ്ങുന്നോളം വരെ അവർ കയറി ഇറങ്ങി പണിയെടുത്താൽ തീരൂല്ല. പിന്നെ രാത്രി വീട്ടിൽ പോയിരുന്നതെല്ലാം മൊബൈലിലെ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കണം. 232 രൂപയ്ക്ക് പണിയെടുക്കാൻ ഇന്ന് കേരളത്തിൽ ആരാ കിട്ടുക? നിങ്ങൾക്ക് ആരെങ്കിലും തയ്യാറാവോ? ഇവിടെ പണിയെടുക്കാൻ വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിക്ക് കിട്ടും 1000-1500 രൂപ ദിവസം കൂലി. ഈ പാവപ്പെട്ട ആശാ വർക്കർമാർക്ക് കിട്ടുന്നത് 232 രൂപ. അവർ സമരം ചെയ്യാണ്, അംഗനവാടിക്കാർ സമരം ചെയ്യാണ്. അവർ സമരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാ. അവർ സമരം ചെയ്യുന്നത് LDF പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ പ്രകടന പത്രികയിൽ LDF വെച്ച വാഗ്ദാനം ആശാ വർക്കർമാര്, അംഗനവാടിക്കാര്, ഹരിതകർമ്മസേനക്കാർ ഉൾപ്പെടെയുള്ള മുഴുവൻ സ്കീം വർക്കേഴ്സിനും 700 രൂപ മിനിമം കൂലി കൊടുക്കുമെന്ന് LDF പറഞ്ഞ കാര്യമാണ്. അങ്ങനെ LDFന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റ് പടിക്കൽ ഈ പാവപ്പെട്ട ആശാ വർക്കർമാർ സമരം ചെയ്യുമ്പോൾ ആ സമരത്തോട് പുച്ഛം, അധിക്ഷേപം. എന്തൊരു കമ്മ്യൂണിസമാണിത്? ഇതാണോ നിങ്ങളുടെ തൊഴിലാളി വർഗ പാർട്ടി? ഇതാണോ തൊഴിലാളി വർഗ പാർട്ടി? ഈ സമരം ചെയ്യുന്ന ആളുകളോട്, ആശാ വർക്കർമാരോട്, അല്ലെങ്കിൽ ഏത് സമരം വന്നാലും ആ സമരത്തോട് ഇത്ര അസഹിഷ്ണുത ഉണ്ടായിട്ടുള്ള ഒരു ഗവൺമെന്റ് ഏത് കാലത്ത് ഉണ്ടായിട്ടുള്ളത്? സമരമൊക്കെ എപ്പോഴും ഉണ്ടാവും. ആ സമരം അവരെ വിളിച്ച് ചർച്ച ചെയ്യും, അനുഭാവപൂർവ്വം അത് പരിഗണിക്കും, ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അതല്ലേ ഒരു ജനാധിപത്യ സംവിധാനം. പക്ഷെ അവരെ അധിക്ഷേപിക്കുകയും അവരോട് ഇത്രയധികം പുച്ഛിക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റ് എന്നിട്ട് പറയുന്നു ഞങ്ങൾ തൊഴിലാളി വർഗ പാർട്ടിയാണ്, ഗവൺമെന്റ് ആണെന്നൊക്കെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോ, സർക്കാരിന്റെ പരിഗണനയിൽ ഇവരാരുമില്ല. ഇത്രയൊക്കെ ദുരിതമാണെങ്കിലും പാവപ്പെട്ടവരും സാധാരണക്കാരനും രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും പഞ്ചായത്തുകൾക്കും സ്ത്രീകൾക്കും ഒക്കെ ദുരിതമാണ്. ഇവർക്കൊക്കെ ദുരിതമാണെങ്കിൽ ഇവിടെ ദുരിതമൊന്നും പ്രശ്നമൊന്നും ഇല്ലാത്തൊരു വിഭാഗമുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ മകളും കുടുംബമാണ്. മാസം 8 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് വരുന്നു, മാസപ്പടി. ഇന്നലെ SFIO റിപ്പോർട്ട് വന്നു. SFIO റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസം 8 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് വന്നത്, അങ്ങനെ മൊത്തം 2,70,00,000 രൂപ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ അക്കൗണ്ടിൽ വന്നത് ഒരു സേവനവും ഒരു പണിയെടുക്കാതെയാണ്. അപ്പൊ ഒരു പണിയും എടുക്കാതെ, ഒരു സേവനവും കൊടുക്കാതെ
നോക്കാതെ വീട്ടിലിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടില് മാസം 8 ലക്ഷം രൂപ വരും. ഇവിടെ പകലന്തിയോളം പണിയെടുക്കുന്ന ആശാ വർക്കർമാർക്ക് 7,000 രൂപ. നല്ല കമ്മ്യൂണിസം. ഈ നടക്കുന്ന നീതി നിഷേധത്തിനെതിരായിട്ടുള്ള ഈ നാട്ടിലെ ജനങ്ങളുടെ സമരമാണ്, ഈ ജനങ്ങളുടെ ശബ്ദമാണ് UDF-ന്റെ ഈ രാപ്പകൽ സമരം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ ജനം ഇത്രയധികമായിട്ട് പൊറുതിമുട്ടിയിട്ടുള്ള കാലഘട്ടം ഉണ്ടായിട്ടില്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നിമിഷം നേരത്തെ ഈ സർക്കാരിനെ താഴെ ഇറക്കണം, ഈ ഭരണത്തിന് അന്ത്യം കുറിക്കണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ന് കേരളം എത്തിപ്പെട്ടിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറണമെന്ന് ജനം ആഗ്രഹിക്കുന്നു. ഈ പ്രതിസന്ധിക്ക് അറുതി വരണമെങ്കിൽ, ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ആ മാർഗം എന്ന് പറയുന്നത് ഈ വർഷം അവസാനം നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയെ കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്. ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, സാധാരണക്കാരനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു സമരമുഖത്താണ്. ആ സമരത്തിന് അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇതുപോലെ രാപ്പകൽ സമരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ